അതെ, വെറുതെ എന്തിനാ താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്താ ഇത് നിവേദനോ? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛമടക്കി നോക്കി നിൽക്കുന്ന പിയേടെ അടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് ഡോ, കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. പിയെ ഇതാരാന്നറിയോ? ദേവകിയുടെ മോളാ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ല കേട്ടോ. എന്നാ വേഗം ചെല്ല് ചെല്ല്. ആ വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത് നിവേദനോ? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ? ലക്ഷ്മി പറഞ്ഞു. ഡോ, കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ഇതാരാന്നറിയോ? ഇല്ല. നമ്മുടെ ദേവകിയുടെ മോളാ. ആന്നോ? വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ എന്താ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. 2 തറക്കല്ലൊരു നാടമുറി. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല, നടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം. വാ. മീനൂട്ടിയെ, ഇത് കളക്ടറുടെ വൈഫ്. ഇത് ആരാന്ന് മനസ്സിലായോ മീനൂട്ടിക്ക്? ഇല്ല. ആ, നമ്മുടെ ദേവകിയമ്മയുടെ മോളാ ശാരി. അയ്യോ, ഇത് ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ നീയോ? ആൾക്കിപ്പോ കോട്ടപ്പുറ സ്കൂളിലാ ജോലി. ദേവകിയെ പോലെ തൂപ്പുജോലിയാണോ സ്കൂളില്? അല്ല, ടീച്ചറാണ്. ഓ, നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിലേ നിനക്കും ഇതുപോലെ അന്തസ്സുള്ള ജോലി കിട്ടില്ലായിരുന്നോ? ഇതിപ്പോ കളക്ടറുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അടുക്കളപ്പണി തന്നെയാ. ശോഭേച്ചിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. മാറുകയില്ല. അതെ. കോട്ടപ്പുറ സ്കൂളിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ജയപ്രസാദ് പേരിൽ ഒരു മാഷിനെ അറിയോ? കവിതയൊക്കെ എഴുതാറില്ല. അറിയാം. ആള് വിചാരിക്കും പോലെ നല്ലാട്ടോ. ഭയങ്കര ബ്രില്യന്റാ. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. എടി, 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 ഒന്നും നിർത്തടി. ഒരാളെ കിട്ടിക്കഴിഞ്ഞ അപ്പ കൊന്നോളും. ഇങ്ങനെ ഒരു കത്തി. പോയട്ടെ. വാ പോവാം. കൂടെ വന്നവരൊക്കെ വിളിച്ചോളൂ. ശരി, വരൂ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു IPS കാരൻ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പൗത്രം പറഞ്ഞപ്പോ താനായിരിക്കും ഞാൻ കരുതിയില്ല. ഇതിനു മുമ്പ് നമ്മൾ 1-2 പ്രാവശ്യം ഒഫീഷ്യലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? സർ, അളിയൻ കാണാൻ വന്നിട്ടുണ്ട് സർ. വെയിറ്റ് ചെയ്യാൻ പറയും സർ. അളിയൻ ന്യൂസൻസ്. കണ്ണി കണ്ട് ചെമ്മാനും ചെരുപ്പൂത്തിയെ കണ്ട് കളക്ടറെ കാണാത്തിക്കോളൂ. ബന്ധവും പറഞ്ഞു. അതെ, സാർ അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോട്ടോ. നമ്മൾ എത്ര നാളായിട്ട് സമരം ചെയ്യാം, പക്ഷെ ഗവൺമെന്റ് അവരുടെ കൂടെയാണ്. ഇന്നും കൊണ്ടൊരു പട കുടുംബത്തിന്റെ ശാപമാ. അല്ല, ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം. മാനം കെടുത്താനായിട്ട്. ആളെനിക്കറിയാം. 2-3 വട്ടം ശരിക്കൊന്ന് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ശരി, അവിടെ നിൽക്കട്ടെ. ഇന്ന് കാലം കഴിയുമ്പോ താനേ അങ്ങ് പോയിക്കോളും. ഐ എം സോറി. ടീയോ കോഫി? കോഫി 2 കോഫി. ഈ സർക്കാരിന് നക്കാപ്പിച്ച ശമ്പളം മേടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്. കൊറേ നേരമായല്ലോ. എനിക്ക് വേണ്ടി ഇങ്ങനെ. ഏയ്, ഒരു നാടിനും കൂടി വേണ്ടിട്ടല്ലേ. കുഴപ്പമില്ല. അളിയാ, CM-ന്റെ അളിയാ, എന്നെ മറന്നു അല്ലേ? 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയാ, ഇത് ശാരി. അളിയനും മച്ചമ്പയൊക്കെ അങ്ങ് വീട്ടില്. കോൾ മീ സർ. സാർ, ഞാൻ ഇവരുടെ ഒരു പ്രശ്നപരിഹാരത്തിന് വന്നതാ. കുടിവെള്ളത്തിൽ കാഡ്മിയം അടങ്ങി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നീ ആരാ? എന്താ പ്രശ്നം? ഈ കോള കമ്പനി തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ. കോള ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ഇല്ലാത്ത നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്? ഈ എടുക്കും തോറും കുറയുന്നല്ല നമ്മുടെ ജലസ്രോതസ്. മനസ്സിലായോ? തൽക്കാലം കുടിവെള്ളത്തിൽ ഏർപ്പാടൊക്കെ ചെല്ലാം. പൊയ്ക്കോ. പിന്നെ ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ ഒന്ന് നേരി കാണാൻ പറ്റുന്ന പോലും വരില്ല. മനസ്സിലായല്ലോ? സാർ, ഈ IAS എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വെറുപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. ജനസേവനത്തിന്. ഏയ്, നേരത്തെ പറഞ്ഞില്ലേ ചില പീറ രാഷ്ട്രീയക്കാരെന്ന്? അവരോട് ഇടപെടണമല്ല, എന്നോട് ഇടപെട്ടാണ്ടല്ലോ. അളിയൻ കളക്ടറായിരിക്കുമ്പോ
ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റ്. ഞാൻ കാരണം നിങ്ങളുടെ കാര്യം കൂടി. സോറി. നിനക്ക് നാണമില്ലടാ എന്റെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിക്കാന്റെ മോളുടെ കാര്യം പറഞ്ഞ് കേറി നിരങ്ങാൻ. ഏട്ടന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്നെ. എന്തായാലും ഉരിഞ്ഞ തൊലി കളയണ്ട. ലെതറിന് പകരം ഉപയോഗിക്കാം. ചെരുപ്പുണ്ടാക്കാൻ. കണ്ടാമറത്തിന്റെ തൊലി തെയ്യില്ലടി. ദേ ഇനി മേലിൽ ഓരോന്ന് പറഞ്ഞ് ഗോപിയേട്ടന്റെ ഓഫീസിലേക്ക് കേറി ചെല്ല്. അപ്പൊ കാണാം. നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ്. അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് സർവന്റാ നിന്റെ കളക്ടർ. ആ സേവനത്തിന് ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് മാസം സർക്കാർ ശമ്പളം നൽകുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നാലെന്താ എന്നെ പിടിച്ച് മൂക്കി കയറ്റി. എന്താ ഇവിടെ ഒരു ശബ്ദം? കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകിക്ക് കുടിവെള്ളമില്ലെന്ന് കാമുകന്റെ വേവലാതിയാ. മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല. കണ്ടില്ലേച്ചാ, വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞനാ ഇത്ര ചൊടിപ്പ്. അതെങ്ങനെയാ? മൊട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് എഴുത്തു കൊടുത്തവനല്ലേ നീ? ഇക്കണക്കിന് അവളെയും കിട്ടി നീ ഈ കുടുംബത്തിൽ കയറി വരില്ലെന്ന് എന്തോ ഉറപ്പ്? ഒരു ഉറപ്പില്ല. സംഭവിക്കാം. നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. കോട്ടപ്പുറം കോള കമ്പനിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടാതിരിക്കാം. ആ കമ്പനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം. പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കാനും പാടില്ല. നിന്നെ പോലുള്ള പേട്ട് രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചിടപെട്ടാ പോലും പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തും. ചന്ദനക്കാട്ടിൽ ബാലഗംഗാധര മേനോന്റെ മകനാണ് ഈ ഞാനെങ്കിൽ ആ ഉദ്ഘാടനം നടക്കില്ല. നിനക്കൊരു ചുക്കും ചെയ്യാനൊക്കെടാ. ഉദ്ഘാടനം തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് മുന്നിൽ വെച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്താ പ്രശ്നം? ഉണ്ണി, ഈ ഉദ്ഘാടനം മുടക്കരുത്. ഞാനല്ലല്ലോ മുടക്കുന്നത്, കോടതിയല്ലേ. കോർട്ട് ഓർഡർ. എന്താ പ്രശ്നം? എക്സ്ക്യൂസ് മീ. ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നവരെ കമ്പനിയുടെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ. മന്ത്രിക്ക് മേൽ പരുന്തും പറക്കില്ലെന്ന് സാർ കരുതിയെങ്കിൽ തെറ്റി. ലെജിസ്ലേറ്റീവിനേക്കാൾ പവർ ജുഡീഷ്യറിക്കാ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷെ അതിവിടുത്തെ മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തയ്ക്കും തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ്. അത് പെപ്കോ കോളയുടെ ഔദാര്യമല്ല. ഹലോ. ഹലോ, ഞാൻ ഷാരിയ. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയുണ്ട്? സ്കൂളിൽ നിന്നാ. എന്തെങ്കിലും പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്.